രാമേന്ദ്രൻ, ഇറാന് തകർച്ചകളുടെ കഥകൾ ഒരുപാടുണ്ടെങ്കിലും ചില മിന്നുന്ന വിജയങ്ങളുടെ കഥകളും നമുക്കവിടെ കാണാം. ഉദാഹരണത്തിന് ജോർദാനിലെ മിസൈൽ പ്രതിരോധം, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധിക്കുന്ന താൽ എന്ന് പറയുന്ന അതിൻ്റെ റഡാർ സംവിധാനം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നാണ് വാർത്ത. എങ്ങനെയാണ് അവർക്ക് അതിന് കഴിയുന്നത്? ഇത്ര വലിയ സംവിധാനമൊക്കെ അമേരിക്കയും ഇസ്രായേലും നിരത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ തുളച്ചു കിടക്കുന്ന തരത്തിലുള്ള ഒരു പവർ അവർക്ക് കാണിക്കാൻ കഴിയുന്നു. അതായത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും യുദ്ധം മര്യാദക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്കറിയാം ചാനലുകളെ എന്തായാലും ഈ ഇക്കിളിയിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടെങ്കിലും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാമല്ലോ. പക്ഷേ യുദ്ധ വാർത്തകൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ സാധാരണഗതിയിൽ യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ തിയേറ്റർ ഓഫ് വാർ എന്ന് പറയുമല്ലോ, ഓരോ തിയേറ്റർ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ജോർദാൻ എന്ന് പറയുന്നത്, ഇപ്പോൾ തുർക്കിയിൽ ആക്രമണം നടത്തി ഇറാൻ, അസർബൈജാനിൽ ആക്രമണം നടത്തി, അങ്ങനെ ഓരോ രാജ്യവും ഓരോ തിയേറ്ററായിട്ടാണ് യുദ്ധത്തിൽ വരുന്നത്. അങ്ങനെ ജോർദാനിൽ നടക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഇറാൻ്റെ ആക്രമണമാണ്. പേഴ്സൺ ചോദിച്ചത് എങ്ങനെ കഴിയുന്നു എന്നാണല്ലോ. ഇവരുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിൽ, ഇറാനുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മിസൈൽ സംവിധാനങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണം എന്നുള്ളതാണ്. കാരണം മിസൈൽ ശക്തി എന്ന് പറയുന്നത് അപ്രതിരോധ്യമാണ് എന്നുള്ളത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒക്കെ ബോധ്യമുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ സഞ്ചയം അവരുടെ അത് ഗംഭീരമാണ്. അപ്പോൾ അത് അവർക്ക് കൂടുതലായിട്ട് റീപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ചൈനയും റഷ്യയുമൊക്കെ ഇത്തവണ യുദ്ധത്തിന് ഇറാൻ്റെ സഹായത്തിനുണ്ട്. അപ്പോൾ മിസൈൽ ശക്തിയെ പേടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജോർദനിൽ, നേരത്തെ ഖത്തറിൽ ഒരു പ്രധാനപ്പെട്ട റഡാർ തകർത്ത് കളഞ്ഞു. അത് മൊത്തം ഗൾഫ് മേഖലയെ നിരീക്ഷിക്കുന്ന 5000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള റഡാറാണ് തകർത്തത്. അപ്പോൾ അതോടുകൂടി തന്നെ ഈ ബാലിസ്റ്റിക് മിസൈൽ അവിടെ നിന്ന് തൊടുത്താൽ ഉടനെ കണ്ടറിയുന്നൊരു ടാർഗറ്റാണ് ഈ അൽ ഉദൈദിൽ ഖത്തറിലുണ്ടായിരുന്നത് ഇറാൻ തകർത്തത്. രണ്ടാമത്തെ മിന്നുന്ന വിജയമാണിപ്പോൾ ജോർദാനിൽ അമേരിക്കൻ താവളം മുവാഫക് സാൾട്ടി വ്യോമത്താവളം. ആ വ്യോമത്താവളത്തിലെ താഡ്, അതായത് ആ താഡ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ താഡ് എന്ന് പറയുന്നത്. അത് പരിമിതമായ താഡ് സംവിധാനങ്ങളെ അമേരിക്കയുടെ കയ്യിലുള്ളൂ, ലോകത്തിൻ്റെ ചില ഭാഗത്തൊക്കെ വിന്യസിച്ചിരിക്കുന്ന. അതിൽപ്പെട്ട ഒരെണ്ണമാണ് ഈ ജോർദനിലിരിക്കുന്നത്, വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. ആ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിലെ AN/TP-42 റഡാർ ആണ് ഇറാൻ തകർത്തിരിക്കുന്നത്. റഡാർ തകർത്തതോടുകൂടി ആ താഡ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായി. താഡിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ റഡാർ. അപ്പോൾ ഇതിന് $300 മില്യൺ ഇതിൻ്റെ വില, 2758 കോടി രൂപ. മറ്റേത് 10,000 കോടി രൂപയാണ് നേരത്തെ അൽ ഉദൈദിൽ ഖത്തറിലെ തകർത്ത റഡാറിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ തകർത്ത, ജോർദാനിൽ തകർത്ത റഡാർ സാധാരണഗതിയിൽ ഈ മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഗൈഡ് ചെയ്യുന്നത് ഈ റഡാറായിരുന്നു. അതായത് ഇറാനിൽ നിന്നൊരു ബാലിസ്റ്റിക് മിസൈൽ തൊടുക്കുന്നു, അതിനെ തകർക്കണമല്ലോ. അപ്പം അതെങ്ങനെയെന്നുള്ളത് ഗൈഡ് ചെയ്തിരുന്നത് ഈ റഡാർ ആണ്, ജോർദനിലെ റഡാർ. അപ്പോൾ അതിനെ ട്രാക്ക് ചെയ്യുക, പിന്നെ അതിനെ നശിപ്പിക്കുക, ബാലിസ്റ്റിക് മിസൈലിനെ. ഇതിനൊക്കെ ഈ റഡാറിൻ്റെ സഹായം ആവശ്യമായിരുന്നു. അപ്പോൾ ഈ താഡിലെ റഡാർ തകരുന്നതോടുകൂടി ഈ അമേരിക്കയും ഇസ്രയേലും ചേർന്ന സഖ്യശക്തിക്ക് വലിയ ക്ഷീണമാണ്. ബാലിസ്റ്റിക് മിസൈൽ തൊടുത്താൽ ഈ 2 സംവിധാനങ്ങൾ തകർന്നല്ലോ, ഖത്തറിലെയും
ജോർദാനിലെ. അപ്പൊ ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്താൽ അത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കൊള്ളാൻ സാധ്യത കൂടുതലാണ്. ഇനി ഉപഗ്രഹ ചിത്രങ്ങളിൽ വലിയ തകരാറ് ഇതിന് സംഭവിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഇറാനിൽ നിന്ന് 800 കിലോമീറ്റർ അകലെയാണ് ജോർദാനിലെ ഈ റഡാറ്. 2 ഗർത്തങ്ങൾ ഇപ്പോൾ ഈ താടിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പല മിസൈലുകൾ അയച്ചിട്ടുണ്ടാകാം, ഡ്രോണുകളിൽ പല ഡ്രോണുകളും അയച്ചിട്ടുണ്ടാകാം എന്ന് കരുതുന്നു ഈ റഡാറിനെ തകർക്കാൻ വേണ്ടി. അത് കൃത്യമായിട്ട് റഡാർ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പിൻ പോയിന്റ് അല്ലേ, പ്രിസൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ UAE-യിലെ 2 റഡാറുകളും നേരത്തെ തകർത്തിരുന്നു ഇറാൻ. അപ്പോൾ ശരിക്കും കൃത്യമായി അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചൈന ഇത്തരം ഇൻ്റലിജൻസ്, ചൈനയ്ക്ക് ധാരാളം ഉപഗ്രഹങ്ങൾ ആകാശത്തുണ്ട്, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻ്റലിജൻസ് ഒക്കെ അവർ ഇറാനുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഈ ഒരുപാട് ഈ ട്രെയിലറുകളിൽ ഘടിപ്പിച്ചതാണ് ഈ താഡ്. ഇവിടെ ഇരിക്കുന്ന ജോർദാനിലിരിക്കുന്ന താഡ് ധാരാളം വലിയ ട്രെയിലറുകളിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഫെബ്രുവരി മധ്യത്തിലാണ് ഈ താഡ് ജോർദാനിൽ കൊണ്ട് വിന്യസിച്ചത്. ഫെബ്രുവരി തകർത്തു. മാർച്ച് 1-ാം തീയതിയോ 2-ാം തീയതിയോ ആണ് ഇത് തകർക്കപ്പെട്ടിരിക്കുന്നതെന്ന് CNN അമേരിക്കൻ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ 1-നും 2-നും ഇടയ്ക്ക് രാത്രിയിലും ആകാം ഇത് തകർത്തിരിക്കുന്നത്. അപ്പോൾ താഡ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തുള്ള ഏറ്റവും ആധുനികമായ മിസൈൽ പ്രതിരോധ സാങ്കേതിക വിദ്യയാണ് താഡ്. അപ്പോൾ ബാലിസ്റ്റിക് മിസൈലിനെ അതിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ടെത്തി തകർക്കുന്ന സംവിധാനമാണ് ഈ താഡ് എന്ന് പറയുന്നത്. അവസാന ഘട്ടത്തിൽ ഇനിയുള്ളത് ഇപ്പൊ 2 തകർത്തല്ലോ, ഖത്തറിലും ഇവിടെയും തകർത്തു. ഇനിയുള്ളത് പാട്രിയറ്റ് സംവിധാനങ്ങൾ മാത്രമാണ്. അത് ഇസ്രായേലിലല്ലേ ശരിക്കും? അത് പലയിടത്തും ഉണ്ട്. പാട്രിയറ്റ് ശരിക്കും സിസ്റ്റം അമേരിക്കയുടെയാണ്. അപ്പോൾ പാട്രിയറ്റ് സിസ്റ്റംസ് ഉണ്ട്. ആകെ ലോകത്തിൽ 8 താടുകൾ ആണ് ഉള്ളത്. അതായത് ഞാൻ പറഞ്ഞത് വിരലിലെണ്ണാവുന്നതെന്ന് പറഞ്ഞാൽ 8 എണ്ണം. അതിൽ 1 സൗത്ത് കൊറിയയിൽ കൊണ്ടുവച്ചിരിക്കുക, നോർത്ത് കൊറിയയിൽ നിന്നുള്ള മിസൈലുകൾ തകർക്കാൻ വേണ്ടി. 1 ഗുവാമിൽ, അത് അമേരിക്കൻ താവളമാണ്, ഗുവാമിലാണ് 1 ഉള്ളത്. അപ്പോൾ ഓരോ താഡ് ബാറ്ററിയും 1 ബില്യൺ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ താഡിന് 1 ബില്യൺ ചെലവ് വരും. അതിൻ്റെ 2000 കോടി എന്ന് പറയുന്നത് ഇതിൻ്റെ റഡാർ സംവിധാനത്തിനാണ്. അപ്പോൾ 6 ട്രക്ക് മൗണ്ടഡ് ലോഞ്ചേഴ്സാണ് ഒരു താഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഡസൻ കണക്കിന് ഇൻ്റർസെപ്റ്റർ മിസൈലുകളും ഉണ്ടാവും. താഡ് എന്ന് പറയുന്നത് വളരെ വിപുലമായ സംവിധാനമാണ്. റഡാർ സിസ്റ്റവും ടാക്ടിക്കൽ കമാൻഡ് യൂണിറ്റും അതിൻ്റെ ഭാഗമാണ്. ആ റഡാറാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബേസ് ഉണ്ടല്ലോ, മുവാഫക് സോൾട്ടി എന്ന് പറയുന്ന ജോർദാനിലെ അമേരിക്കയുടെ വ്യോമതാവളത്തിൽ 50 അമേരിക്കൻ വിമാനങ്ങളാണ് പ്രവർത്തിക്കുന്നത്, വിന്യസിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഖത്തറിൽ തകർത്തു എന്ന് പറഞ്ഞില്ലേ, അത് AN/AFPS 132 ഏർലി വാർണിംഗ് സിസ്റ്റമാണ്. അവിടെ നിന്ന് ഇറാനിൽ നിന്ന് തൊടുത്താൽ, ബാലിസ്റ്റിക് മിസൈൽ തൊടുത്താൽ അപ്പം തന്നെ വിവരം കൊടുക്കുന്ന ഖത്തറിലെ ആ സംവിധാനവും തകർത്ത് കളഞ്ഞു. അങ്ങനെ അതായത് യുദ്ധം അത്ര എളുപ്പത്തിൽ തീർക്കാൻ അമേരിക്ക വിചാരിച്ചാൽ കഴിയില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ ആകാശ ബോംബിംഗ് ഇറാനിൽ നടക്കുമ്പോഴൊന്നും ഇറാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. പകരം ഈ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ശത്രുവിൻ്റെ നടുവൊടിക്കാം എന്ന അവരുടെ ഉത്തമ വിശ്വാസമാണ് അവരെ. അതായത് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത് പറഞ്ഞു, ഇറാന്റെ വ്യോമമേഖല ഞങ്ങളുടെ കൈപ്പിടിയിലാണ്, ഞങ്ങൾ ഒതുക്കി കഴിഞ്ഞു.
ചുമ്മാ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് കിഴക്കൻ ഇറാൻ ഉണ്ടല്ലോ, കിഴക്കൻ ഇറാൻ അമേരിക്ക തൊട്ടിട്ട് പോലുമില്ല. വ്യോമമേഖലയൊന്നും, ഇറാൻ്റെ വ്യോമമേഖലയൊന്നും അമേരിക്കയുടെ കൈവശമില്ല എന്ന് പ്രതിരോധ മാധ്യമങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.